റിലേഷൻഷിപ്പിനെ കുറിച്ച് ഡിവൈൻ എന്താണ് ഗൈഡൻസ് തരുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ഡിവൈൻ ഗൈഡൻസ് എടുത്തിട്ട് ഒരുപാട് നാളായി അല്ലേ. കുറച്ച് കാർഡ്സ് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രീ യുവർ സെൽഫ്, ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം സ്വയം മുക്തരാക്കാനാണ് പറയുന്നത് കേട്ടോ. സ്വയം ഹീല് ചെയ്യുക, കുറച്ച് സമാധാനം സ്വയം കണ്ടെത്തുക എന്നുള്ള രീതി. ഓക്കെ, എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഹീലിംഗ് ചെയ്യുക, മെഡിറ്റേഷൻസ് ചെയ്യുക, മനസ്സിനെ ബാക്കിലേക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരിക എന്നൊരു രീതി കേട്ടോ. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗിവ് യുവർ പാരൻസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സം നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബമാണെങ്കിൽ, നിങ്ങളുടെ പാരൻസ് അച്ഛനമ്മമാരാണെങ്കിൽ അവരോട് ക്ഷമിക്കുക. അവർ നിങ്ങൾക്ക് നല്ലത് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഉപേക്ഷിച്ച് പോകാനൊന്നും ശ്രമിക്കരുത് കേട്ടോ. ദിസ് കുഡ് ബി ദ വൺ. യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. നിങ്ങളുടേത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണറെ ചൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഡിവൈൻ അവിടെ പറയുന്നത് കേട്ടോ. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. അതെ, ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. ട്രൂ ലവ്, ദിസ് ഈസ് എ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. ഈസ് നിങ്ങളുടേതൊരു ട്രൂ ലവ് തന്നെയാണ്, ജെനുവിനായിട്ടുള്ള സ്നേഹം തന്നെയാണ് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദി വേൾഡ്. നിങ്ങൾക്ക് മാത്രമായിട്ട്, നിങ്ങൾ കപ്പിൾസാണ്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി ഒന്നിച്ച് പോയിരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കുന്ന രീതിയിൽ നിങ്ങൾ മാത്രമായിട്ട് ഒരു യാത്ര പോകുന്നത് നല്ലതായിരിക്കും എന്ന് ഡിവൈൻ പറയുന്നു കേട്ടോ. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ചിലർക്കെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് അവരുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുണ്ട് എന്നും ഡിവൈനോടെ പറയേണ്ട. ഒരു ലാസ്റ്റ് കാർഡ് കൂടി എടുക്കാൻ സമയമുണ്ട്. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗിവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. ധൈര്യമായി സ്നേഹിച്ചോളൂ എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഓക്കെ ഫോർ യു ടു ലവ് എന്നാണ്. നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്.